പഴമയുടെ നാടൻ രുചികൾ ഇന്നും വിളമ്പുന്ന ഒരു കടയുണ്ട് കുട്ടിക്കാനം തട്ടാത്തിക്കാനത്ത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. കഴിഞ്ഞ 16 വർഷക്കാലമായി നാടൻ രുചികൾ വിളമ്പുന്ന കടയാണ് വിശാലൻ ചേട്ടന്റെ ഈ ചെറിയ ചായക്കട. സിനിമാക്കാരുടെയും വിനോദസഞ്ചാരികളുടെയും ഇഷ്ടകേന്ദ്രമാണ് കുട്ടിക്കാനം. കുട്ടിക്കാനത്തെത്തുന്ന സിനിമാക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഇടമാണ് വിശാലൻ ചേട്ടന്റെ ഈ ചെറിയ ചായക്കട. കഴിഞ്ഞ 16 വർഷക്കാലമായി ഈ ചായക്കട ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കാലയളവിൽ തന്നെ ചില മലയാള സിനിമകളിലും ഇടം പിടിച്ചിട്ടുണ്ട് ഈ ചായക്കട. നമ്മൾ 17 വർഷമായിട്ട് ഈ കട നടത്തിക്കൊണ്ടിരിക്കുക. വിറകടുപ്പാണ് നമ്മുടെ മെയിനായ പ്രശ്നം. ഗ്യാസ് ഇല്ല. പൊറോട്ട, കടി ഇതെല്ലാം വിറകടുപ്പല്ല, ചായ മുതൽ. പിന്നെ എല്ലാവരും ഇതിൽ സഹകരിക്കുന്നുണ്ട്. 4-5 പടത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ കടയുണ്ട്. ദുൽഖറിൻ്റെ പടത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ മൽഗുഡി ഡേയ്സ് എന്ന് പറയുന്നൊരു പടമുണ്ട്. ഞാനിത് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലല്ലേ. നമ്മൾ വീട്ടിലിപ്പോൾ കഞ്ഞിയും കറിയും വെക്കുന്ന അടുപ്പിലാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റല്ലേ. ഗ്യാസ് കൊണ്ട് തന്നെ ഗുണമുള്ള, അത് വിഷമല്ലേ. ഗ്യാസ് വിഷമാണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. നല്ല ആളാണെങ്കിൽ കച്ചവടമുണ്ട്. 10-20 രൂപയൊക്കെ വിറ്റ കടയായത്. 20,000 രൂപ അടുത്ത് ഞാൻ വിറ്റിട്ടുള്ള കടയാണ് ഒറ്റയ്ക്ക് എന്നുണ്ട്. അന്നൊന്നും ഈ അടുത്തുള്ള കടയൊന്നും ഇല്ല, ഈ കട മാത്രമേ ഉള്ളൂ. ആമ്പിയർ ഉള്ളിടത്തോളം ദിവസം ഞാനിത് ഈ അടുപ്പല്ല ചെയ്യുള്ളൂ. തികച്ചും നാടൻ രീതിയിലാണ് വിശാലൻ ചേട്ടൻ ഭക്ഷണപദാർത്ഥങ്ങൾ തയ്യാറാക്കുന്നത്. വിറകടുപ്പാണ് വിശാലൻ ചേട്ടൻ ചായക്കടയിൽ ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഒരിക്കൽ ഈ കടയിലെത്തുന്നവർ പിന്നീട് ഇതുവഴി കടന്നുപോയാൽ ഇവിടെ കയറാതെ മടങ്ങാറില്ല എന്ന് വിശാലൻ ചേട്ടൻ പറയുന്നു. നാടൻ രീതിയിൽ ഭക്ഷണങ്ങൾ തയ്യാറാക്കി ആളുകൾക്ക് നൽകുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷമാണ് തനിക്ക് വലുതെന്നും വിശാലൻ ചേട്ടൻ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ, എന്തോ ഏലക്കാട്? നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീൻ്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇത് എവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.